അമേരിക്കയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് പറ്റിയൊരു കാര്യം തന്നെ. അതായത് അമേരിക്കയിൽ ഒരു വേൾഡ് മലയാളി കൗൺസിൽ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. സത്യനന്ദിക്കാട് മികച്ച സംവിധായകനായിട്ടും എനിക്ക് മികച്ച നടനായിട്ടുള്ള അവാർഡ് അവർ പ്രഖ്യാപിച്ചു. ഷിക്കാഗോയിൽ വെച്ചിട്ടായിരുന്നു ഈ പരിപാടി. അപ്പോൾ ഷിക്കാഗോയിൽ പോയി അതിൻ്റെ അവസാന ദിവസം വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഫുൾ മലയാളികളും എല്ലാം പങ്കെടുക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ എൻ്റെ ഭാര്യയുടെ ആവശ്യപ്രകാരം നാട്ടിലെ പോലെ മുണ്ടൊന്നും എടുത്തുകൊണ്ട് അവിടെ നിൽക്കരുത്, നല്ല വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ നല്ല അർമാനിയുടെ സൂട്ടൊക്കെ ഇട്ട് നല്ല അവിടെ പോയിരുന്നു. സത്യനന്ദിക്കാട് അപ്പുറത്തുണ്ട്, ബാക്കി കുറേ ഡെലിഗേറ്റ്സ് ഒക്കെ ഉണ്ട്, ചില അവിടുത്തെ ഗവർണറൊക്കെ ഉണ്ട്, അവരൊക്കെ സാഹിബന്മാരാണ്, തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ പോയി സ്റ്റേജിൽ പ്രസംഗിച്ചു, അതിൻ്റെ അവാർഡ് മേടിച്ചു, ക്യാഷും ഉണ്ട്. അപ്പോൾ അതും തന്നു. അപ്പോൾ ഏത് സ്ഥലത്തും മലയാളി സംഘടനകളുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ടാവും പ്രവർത്തിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിൽ ചെന്നാലും ഞാൻ കണ്ടിട്ടുണ്ട്. ഓണാഘോഷ പരിപാടിക്ക് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചേട്ടാ നമ്മുടെ അപ്പുറത്തൊരു ഓപ്പോസിറ്റ് സംഘടന ഇന്ന് തന്നെ വേറെ ഓണാഘോഷം നടത്തുന്നുണ്ട്, അവിടെ വേറെ ആൾക്കാർ വന്നിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവരുടെ എന്തോ വൈരാഗ്യമുള്ള ആരോ ആണെന്ന് തോന്നുന്നു. എൻ്റെ ചെവിയിൽ വന്നിട്ട് പതുക്കെ പറഞ്ഞു ഇങ്ങനെ, ഞാൻ അവിടെ ഇരിക്കുക ചെയ്യും, ചേട്ടാ കവറിലെ പൈസയൊക്കെ ഒന്ന് എണ്ണി നോക്കിക്കോളൂ, ഇവിടുന്ന് നേരെ എയർപോർട്ടിലേക്കല്ലേ പോണത്, അവസാനം അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല, പറഞ്ഞൊന്നും കണ്ടില്ല, ഒന്ന് ചുമ്മാ നോക്കണമെന്നല്ല, അല്ലെ കുറവുണ്ടോന്ന് നോക്കിയോ, ഇവിടെ വേറെ ചില ആൾക്ക് കൊടുത്ത് കുറവുണ്ട്, ചിലവർക്ക് കൂടിപ്പോയി എന്നൊക്കെ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വേഗം അങ്ങനെ ഉണ്ടാവുക. സത്യേട്ടാ ഒരു മിനിറ്റ് ചെന്ന് സത്യനന്ദിക്കാരനോട് ഞാൻ പറഞ്ഞു, സത്യേട്ടനും സെയിം പൈസ അവിടെ മേടിച്ചാൽ സത്യനന്ദി അങ്ങനെയൊക്കെ ഉണ്ടാവും, അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ, അന്ന് ജയറാൻ നോക്കുക. ഞാൻ പറഞ്ഞു അയ്യേ ഞാൻ നോക്കൊന്നുമില്ല, വെറുതെ നാണക്കട സ്റ്റേജിലിരിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ നോക്ക് അന്ന് പറഞ്ഞ് സത്യേട്ടൻ നോക്കിക്കൂടെ, അയ്യോ ജയറാൻ നോക്ക് പ്ലീസ് പറഞ്ഞിട്ട് അത് എൻ്റെ തലയിൽ ഇട്ട് തന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, വൃത്തിയുള്ള സൂട്ടൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് ഇപ്പോൾ പോയിട്ട് വന്ന് കാലിൽ കാലൊക്കെ കയറ്റി വെച്ചിരുന്നിട്ട് ഞാൻ കവർ പൊട്ടിച്ചു. നല്ല കാര്യമുണ്ട്, കുറേ ഉണ്ടായിട്ട് ഈ നക്കിത്തനം കാണിക്കേണ്ട ഒരു കാര്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ തൊട്ടടുത്ത് പറഞ്ഞു ഇത് വൃത്തിയായിട്ട് കാണിക്കുന്നത്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം എണ്ണി. ഞാൻ പറയുന്നത് 10-15 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഇതേപോലെയുള്ള ഒരു സംഗതി നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടില്ല. ഞാനിപ്പോൾ എന്താ പറയാൻ പോകുന്നത്, ഞാനിതിങ്ങനെ എണ്ണുമ്പോഴത്തേക്കും ഓഡിറ്റോറിയത്തിൽ ഭയങ്കര കൂവൽ തുടങ്ങി, ഫുള്ളായിട്ട് ആൾക്കാർ. അപ്പം ഞാൻ വിചാരിച്ച അവിടെ എന്തെങ്കിലും സ്റ്റേജ് പരിപാടി നടക്കുന്നത് കണ്ട് കൂവാണ് ആൾക്കാരെന്ന് വെച്ചാൽ എന്തെങ്കിലും. അപ്പോഴത്തേക്ക് തൊട്ടടുത്തിരിക്കുന്ന സായിപ്പ് ഇതിലേക്ക് കുനിഞ്ഞു പോകുക. ഞാൻ ചോദിച്ചു എന്തേ ചോദിച്ചു, സായിപ്പ് കാണിച്ച്. അപ്പോഴാണ് നോക്കുമ്പോൾ വലിയ സ്ക്രീൻ വെച്ചിട്ട് അതിൽ സ്റ്റേജിൽ നിന്ന് ഒരാൾ ഞാൻ ഈ എണ്ണണത് മുഴുവൻ എടുത്തോണ്ടിരിക്കുക, അവിടെ ഫുൾ കണ്ടോണ്ടിരിക്കുക, ഞാനിത് എണ്ണത് ഈ നിൽക്കുന്ന 10,000 ആൾക്കാർ ഇത് കണ്ടോണ്ടിരിക്കുക. ഇത് നാണക്കേട്. അങ്ങനെ അതിൻ്റെ ഒരു നാണക്കേട് മാറാൻ വേണ്ടി നേരെ അവിടെ നിന്ന് എയർപോർട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് എല്ലാം പാക്ക് ചെയ്ത് തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ തന്ന ഷീൽഡ് എന്ന് പറയുന്നത് ഈ പൊക്കമുണ്ട്. അതായത് താഴെ ആ മലയാളി അസോസിയേഷൻ്റെ ആരൊക്കെ ഉണ്ടോ അവരുടെ പേരുകൾ, പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റേത് ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റ്, ഇനി വരാൻ പോകുന്ന ആൾക്കാർ, ഇത് മുഴുവൻ അതിൻ്റെ താഴെ ഇത്രയും കൊത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ 4 പില്ലർ. അതിന് മുകളിൽ ഓസ്കാർ അവാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ടി വിയിൽ കാണാം, ഒരു പ്രതിമ ഇങ്ങനെ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു സൈൻ, ഓസ്കാറിൻ്റെ. അതാണ് ഏറ്റവും മുകളിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇത്രയുണ്ട്. റൂമിലെത്തിയിട്ട് പാക്ക് ചെയ്യണം, എയർപോർട്ടിൽ പോകാൻ സമയമായി. ഇതെന്ത് ചെയ്യും? ഞാൻ അശ്വരത്ത് പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിട്ട് പോയാൽ ആർക്കെങ്കിലും ഇതും ഇവിടെ ചുവന്നോട്ട് പോകാൻ പറ്റുമോ നാട്ടിലേക്ക് വരയ്ക്കും. ലാസ്റ്റ് പറഞ്ഞു കളയണ്ട, എന്തായാലും തന്നല്ലേ, പെട്ടിയിലൊന്നും വെക്കാൻ പറ്റില്ല, വലുതാണ്, അത്ര വലിയ ഇത്ര ഹൈറ്റ് ഉള്ളല്ലേ. അപ്പോൾ ഒരു ക്യാരി ബാഗ്, നല്ല നീളത്തിലുള്ളൊരു ക്യാരി ബാഗ് എടുത്തിട്ട് ഇവന് ഉടുപ്പിടിക്കുന്ന പോലെ ഇവിടം വരെ വെച്ച് ഇത് കെട്ടി, തമ്പുരാട്ടി കെട്ടെന്ന് അതിന് പറയുന്നത്. അങ്ങനെ നേരെ എയർപോർട്ടിലേക്ക് ഓടി. ഷിക്കാഗോ എയർപോർട്ടിൽ, ഞാൻ ഈ പറയുന്ന ഒട്ടും കള്ളത്തരം ചേർത്തിട്ടില്ല കേട്ടോ, നേരെ ഷിക്കാഗോ എയർപോർട്ടിൽ ഈ ലഗേജിനടുത്തേക്ക് സാധനം ഇട്ടു. സായിപ്പ് നോക്കിയപ്പോൾ 4 ദിവസമായിട്ടുള്ളൂ ശരിക്കുള്ള ഓസ്കാർ അവാർഡ് നടന്നിട്ട്. ശരിക്കും അത് നടന്നിട്ട് പല ആർട്ടിസ്റ്റുകളും അമേരിക്ക വഴിയും അതുവഴിയും പാസ് ചെയ്യുന്ന സമയമാണ്. നോക്കുമ്പോൾ ഒരു ഓസ്കാർ അവാർഡ് വെറും കൺവെയർ ബെൽറ്റിൻ്റെ അകത്ത് കൂടെ പോകുന്നു. അവർ പെട്ടെന്ന് നിർത്തി, ഹേയ് ബാക്ക്. അയാൾ വേഗം ബാക്ക് അടിച്ചിട്ട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ ഇതാരുടെയെന്ന് ചോദിച്ചു. എൻ്റെ എന്ന് പറഞ്ഞാൽ ആർ യു ആൻ ഓസ്കാർ അവാർഡ് വിന്നർ എന്ന് ചോദിച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആന്ന് പറയാൻ തോന്നുന്നു, എന്ന് പറഞ്ഞു. ഇതൊന്നും ഇങ്ങനെ ഇടാൻ പാടില്ല, ഒരു രാജ്യത്ത് നിങ്ങൾ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഒരു ലോകം തരുന്ന ഏറ്റവും വലിയ റിവാർഡ് നിങ്ങൾ ഇങ്ങനെയാണോ കൊണ്ടുവിടുന്നത്? അതിനകത്ത് അയാൾ എന്നെ ചീത്ത വിളിച്ചിട്ട് നേരെ സോറി പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി ഓഫീസിൽ വെച്ചു. ഒരു നിമിഷത്തിനുള്ളിൽ അവരുടെ സെക്യൂരിറ്റി ചീഫ് വരുന്നു, എന്നെ അഭിനന്ദിക്കുന്നു. എവിടെ നിന്നാണ് ചോദിക്കുന്നു, ഇന്ത്യ എന്നാണ്. ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ വിൻ ചെയ്യുന്നു, ഓക്കെ കൺഗ്രാറ്റ്സ്. ഇതിനു മുമ്പ് ആരൊക്കെ വിൻ ചെയ്തു, എല്ലാത്തിനും. എൻ്റെ ഭാര്യ ഇവിടെ നിന്ന് അയ്യേ പറയില്ല അങ്ങനെ മിണ്ടായിരിക്കും. അങ്ങനെ എയർപോർട്ട് മാനേജർ വരുന്നു, ഞങ്ങളെ സെപ്പറേറ്റ് ഒരു VIP കൊണ്ടുവന്ന പോലെ ഫ്ലൈറ്റിൽ കൊണ്ടുപോയി. അപ്പോൾ പൈലറ്റും എല്ലാം വന്ന് പറഞ്ഞു ഓസ്കാർ അവാർഡാണ്, അപ്പോൾ ഇത് ഒരിക്കലും മറ്റേ അതിനകത്തേക്ക് ഇങ്ങനെ ലഗേജ് വെക്കുന്ന സ്ഥലത്ത് വെച്ച് കൊണ്ടുപോകാൻ പാടില്ല, ഇതിനൊരു ഓണർ ഞങ്ങൾ തരുമെന്ന് പറഞ്ഞിട്ട് ഈ സാധനത്തിന് സെപ്പറേറ്റ് ആയിട്ടൊരു സീറ്റ്
ബെൽറ്റൊക്കെ ഇട്ട് ഈ പൊതിഞ്ഞ് കെട്ടി ഈ സാധനം ഇങ്ങനെ ഇരിക്കുകയാണ് സീറ്റിലിരിക്കുക. അപ്പോഴും എൻ്റെ മനസ്സ് പറയണത് ആ ഉടുപ്പ് ഒന്ന് താത്തിയാൽ അതിൻ്റെ അന്നമ്മ ജേക്കബ് മലയാളി കൗൺസിൽ പ്രസിഡന്റ് സെക്രട്ടറി സകലതും അതിൻ്റെ അടിയിലുണ്ട്.